നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. സമൃദ്ധിയുടെ പ്രത്യാശയുടെ പൊന്നോണമാസാരംഭത്തെ വരവേറ്റ് മലയാളികൾ. കർഷക ദിനമാചരിച്ച് പഞ്ചായത്തുകളും കൃഷിഭവനുകളും. പാലപ്പിള്ളി ചൊക്കനയിൽ റബ്ബർ തോട്ടങ്ങളിൽ തമ്പടിച്ച് കാട്ടാനക്കൂട്ടം. ആശങ്കയിൽ ടാപ്പിംഗ് തൊഴിലാളികൾ. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. വാർത്തകൾ വിശദമായി. ചിങ്ങം 1 സമൃദ്ധിയുടെ പ്രത്യാശയുടെ പൊന്നോണമാസാരംഭം. മലയാളക്കരയ്ക്ക് കർഷക ദിനം കൂടിയാണ്. മനുഷ്യ പുരോഗതിയുടെ, സംസ്കൃതിയുടെ, സമഭാവനയുടെ അടയാളപ്പെടുത്തലുകളാണ് മലയാളിക്ക് ഓരോ കർഷക ദിനവും. മലയാള മാസങ്ങളിലെ ഏറ്റവും സുന്ദരവും വർണ്ണാഭവുമായ മാസം. മണ്ണിനോടും മഴയോടും മല്ലിട്ട് സമൃദ്ധി വിളയിക്കുന്ന കാർഷിക സ്മരണകളുടെ ദിനം കൂടിയാണ് ചിങ്ങം. പഞ്ഞക്കർക്കിടകത്തിന്റെ വറുതിയിൽ നിന്ന് മനുഷ്യനെ സ്വപ്നം കാണിക്കുന്ന ദിനങ്ങൾ. ഇന്ന് കർഷക ദിനം കൂടിയാണ്. അതുപോലെ മലയാള വർഷാരംഭവും. ചിങ്ങം എന്നും മലയാളികളുടെ പ്രിയ മാസമാണ്. തിരിമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കിടകത്തിലുള്ള ദുരിതങ്ങൾ മലയാളി മറക്കാൻ തുടങ്ങുന്ന ദിവസം. കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തലാണ് ചിങ്ങം. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് പൊന്നോണം വിരുന്നെത്തുന്ന ഈ മാസത്തിനായി കാത്തിരിക്കുകയായിരുന്നു മലയാളികൾ. ചിങ്ങമാസം എത്തിയാൽ കേരളക്കരയിൽ എങ്ങും ആഘോഷങ്ങളാണ്. പാടത്ത് വിളഞ്ഞ പൊന്നിൻ കതിർ കൊയ്ത് അറകളും പത്തായങ്ങളും നിറയ്ക്കുന്ന സമൃദ്ധിയുടെ മാസം. പണ്ട് കാലങ്ങളിലൊക്കെ സ്വർണ്ണവർണ്ണ ശോഭയോടെ വിളഞ്ഞുകിടക്കുന്ന പാടങ്ങളാൽ സമൃദ്ധമായിരുന്നു നമ്മുടെ കേരളം. ചിങ്ങം എന്നാൽ ഓണം എന്നാണ് പലരുടെയും ഉള്ളിൽ. അത്തം മുതൽ തിരുവോണം വരെ മലയാളികളുടെ മുറ്റത്ത് ആഘോഷമാണ്. ഓണപ്പൂക്കളവും സദ്യയും ഓണക്കളികളുമെല്ലാം മലയാളികളുടെ ഉള്ളം നിറയ്ക്കാറുണ്ട്. പ്രകൃതിയുടെ ഊഷ്മളതയിലേക്ക് കടന്നു വരുന്ന ഓണത്തിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ വികാരങ്ങളുണ്ട്, ഓർമ്മകളുണ്ട്, നെഞ്ചു നിറയ്ക്കുന്ന സന്തോഷമുണ്ട്. ഓരോ മനുഷ്യനും ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ചിങ്ങമാസം. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ കർഷക ദിനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജോ, ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അൽജോ പുളിക്കൻ, സെബി കൊടിയൻ, ഷാജു കാളിയങ്കര, ഫിലോമിന ഫ്രാൻസിസ്, CP സജീവൻ എന്നിവർ സന്നിഹിതരായി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ദീപ ജോണി, കൊടകര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ P വിനോദ് കുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മേരിക്കുട്ടി വർഗീസ്, ജിഷ ഡേവിസ്, സലീഷ് ചെമ്പാറ, പഞ്ചായത്ത് സെക്രട്ടറി VV പ്രതീഷ്, സ്വാഗത സംഘം കൺവീനർ മുരളീധരൻ പാട്ടത്തിൽ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ കർഷകരെയും തൃക്കൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട യുവതിയെ രക്ഷിച്ച രാഹുൽ, നന്ദകിഷോർ എന്നിവരെയും ആദരിച്ചു. കർഷക പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി വിപുലമായി ഈ കേരളത്തിൽ ആദരിച്ച് ഒരാളുണ്ട്. ഈ വർഷവും ഏറ്റവും മികച്ച നിലയിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ആചരിക്കപ്പെടുകയാണ്. സംസ്ഥാനതല കർഷക ദിനാചരണ പരിപാടി ഇന്ന് തൃശ്ശൂരിൽ വെച്ചാണ്, തൃശ്ശൂർ തേക്കിക്കാട് മൈതാനിയിൽ വെച്ചാണ് സംസ്ഥാനതല പരിപാടി സംഘടിപ്പിക്കുന്നത്. ചിങ്ങം 1 നെല്ലായി മഹാമുനിമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടത്തി. ക്ഷേത്രം തന്ത്രി അഴകത്തുമനയ്ക്കൽ അനിയൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ കളഭം, നവകം എന്നിവ ഉണ്ടായിരുന്നു. അഭിഷേകത്തിന് ശേഷം കൂട്ടുഗണപതി ഹോമവും നടത്തി. ക്ഷേത്രം വനിതാ സമിതി അംഗങ്ങളുടെ വിഷ്ണു സഹസ്രനാമ പാരായണവും ഉണ്ടായി. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. ഇടവകയിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു.
മികച്ച കർഷകരായ MK റപ്പായി, NJ സിജോ, നിമ്മി റിജു, മികച്ച ക്ഷീര കർഷകൻ MK വർഗീസ് എന്നിവരെയാണ് ആദരിച്ചത്. കാർഷിക മേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ഫ്രാൻസിസ് ഈച്ചരത്തിന് സമ്മാനിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡേവിസ് തെക്കിനിയത്ത് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കാരക്കാടൻ, കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി ജോയ് ചെമ്പക്കശ്ശേരി, കൈക്കാരൻ ആൻഡ്രു ചെതലൻ, ട്രഷറർ ഫ്രാൻസിസ് മംഗലൻ, ജോസ് കൊച്ചേക്കാടൻ, വർഗീസ് തൊമ്മാന, ലില്ലി ജോസഫ്, ജോളി തരൂക്കര എന്നിവർ പ്രസംഗിച്ചു. മുഖ്യ പ്രഭാഷണത്തിലൂടെ അവരെ ജീവിച്ചു കാണിച്ചവരാണ് അവാർഡ് ലഭിച്ചത്. അവാർഡ് അവർ ചെയ്ത അല്ലെങ്കിൽ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് അവരുടെ അധ്വാനത്തിന് കഷ്ടപ്പാടുകളാണ്. കാരണം അതൊക്കെ അറിയാവുന്നവരും എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വർഷങ്ങളായിട്ട് ഓരോ വർഷവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് കാർഷിക രംഗത്ത് കൊള്ളയുടെ തീരത്ത് അവിടെ ആയിരിക്കും എന്നെ സംബന്ധിച്ചെന്നാണ് അറിയാം. 750 വാഴ വെച്ച അപ്പൻ്റെ അവസ്ഥ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പ്രളയം വന്നു, അളമത്ത് നശിച്ചു. എന്നിരുന്നാലും വീണ്ടും അടുത്ത വർഷം അവിടേക്ക് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഞാൻ പഠിക്കാൻ ഭയങ്കര മടിയാണ്. 8 വരെ പഠിച്ചത് 16 കൊല്ലമുള്ള പോയി നല്ല പുസ്തകം കിട്ടുമ്പോൾ നല്ല പുതിയ പോലെ ഇരിക്കും. അകൃഷ്ടം ചെയ്താണ്. എൻ്റെ ചേട്ടൻ്റെ അച്ഛനാവും പോയി, വയനാടിയുടെ അച്ഛനായി പോയാൽ പോയി. അങ്ങനെ എൻ്റെ പ്രാക്ടീസ് മദ്രസയിൽ പോയി. പിന്നെ കൃഷിയിലേക്ക് തന്നെ. പാലപ്പിള്ളി ചൊക്കനയിൽ റബ്ബർ തോട്ടങ്ങളിൽ തമ്പടിച്ച് കാട്ടാനക്കൂട്ടം. ചൊക്കന, കാരിക്കടവ് മേഖലകളിലെ റബ്ബർ തോട്ടങ്ങളിലാണ് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത്. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ തമ്പടിക്കുന്നതാണ് രീതി. പുതുക്കാട് എസ്റ്റേറ്റിലും 6 കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നടാമ്പാടം മേഖലയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചിരുന്നു. ആനകൾ റബ്ബർ തോട്ടത്തിൽ നിലയുറപ്പിക്കുന്നതുകൊണ്ട് തന്നെ ആശങ്കയിലാണ് മേഖലയിലെ ടാപ്പിംഗ് തൊഴിലാളികൾ. മഴക്കാലമായതിനാൽ കാട്ടാനകൾ എത്തുന്നത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത അവസ്ഥയാണെന്നും തൊഴിലാളികൾ പറയുന്നു. തോട്ടം തൊഴിലാളികളുടെ സംരക്ഷണത്തിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് EA ഓമന ആവശ്യപ്പെട്ടു. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞു. കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ഇടഞ്ഞ ആന സമീപത്തുണ്ടായിരുന്ന അമ്പാടി മഹാദേവൻ എന്ന ആനയുമായി കൊമ്പ് കോർത്തു. സംഭവത്തിനിടെ ആനപ്പുറത്തു നിന്ന് വീണ കൊളക്കാടൻ കുട്ടിശങ്കരന്റെ പാപ്പാൻ ഷൈജുവിനും പരിഭ്രാന്തനായി ഓടിയ ആളുകളിൽ ചിലർക്കും നിസ്സാര പരിക്കേറ്റു. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. 11 ആനകളാണ് ആനയൂട്ടിന് എത്തിയത്. ആനയൂട്ട് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ കൊട്ടിലാക്കാൽ ക്ഷേത്രനടയിൽ തൊഴുന്നതിനിടെയാണ് കൊളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആന ഇടഞ്ഞത്. ഇടഞ്ഞ ആന സമീപത്തുണ്ടായിരുന്ന അമ്പാടി മഹാദേവൻ എന്ന ആനയെ കുത്താൻ ശ്രമിക്കുകയും കൊമ്പ് കോർക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ മറ്റു ആനകളെ പാപ്പാന്മാർ സ്ഥലത്തു നിന്ന് മാറ്റി. ആന ഇടഞ്ഞതോടെ പരിഭ്രാന്തരായി ഓടിയവരിൽ ചിലർക്ക് നിസ്സാര പരിക്കേറ്റു. കൊളക്കാടൻ കുട്ടിശങ്കരന്റെ പുറത്തുണ്ടായിരുന്ന പാപ്പാൻ ഷൈജുവിനും താഴേക്ക് വീണ പരിക്കേറ്റു. ആളുകൾ ചിതറി ഓടിയതോടെ സമീപത്തെ താൽക്കാലിക കടകളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കൊളക്കാടൻ കുട്ടിശങ്കരനെ പിന്നീട് പാപ്പാന്മാർ തന്നെ തളച്ചു. അമ്പാടി മഹാദേവൻ എന്ന ആനയ്ക്ക് ഇടത്തെ കൊമ്പിന് താഴെ ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നു. സംഭവത്തിൽ കുളക്കാടൻ കുട്ടിശങ്കരൻ എന്ന ആനയ്ക്ക് 15 ദിവസത്തെ വകുപ്പ് തല നിരോധനം ഏർപ്പെടുത്തിയതായി ചാലക്കുടി സോഷ്യൽ ഫോറസ്റ്റ് ഓഫീസർ സൗമ്യ CS അറിയിച്ചു. വിശദമായ അന്വേഷണത്തിനും പരിശോധനയ്ക്കും ശേഷം മാത്രമേ നിരോധനം മാറ്റുകയുള്ളൂ. ബിസിനസ് ന്യൂസ്. ലേഡീസ് ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസുകൾക്ക് മികച്ച കളക്ഷനുമായി എലഗൻസ് കല്ലൂർ മാവിൻചുവടിൽ പ്രവർത്തനം ആരംഭിച്ചു. BJP മൂലയിലെ പുക പരിശോധന കേന്ദ്രത്തിന് സമീപം ആരംഭിച്ച എലഗൻസിന്റെ ഉദ്ഘാടനം തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു. നമ്മുടെ പഞ്ചായത്തിലെ പുതിയ താമസക്കാരായ സുജിത്ത് ആൻഡ് ശ്രുതി ഫാമിലി, അവരുടെ കഠിനാധ്വാനമാണ് ഇന്ന് ഇവിടെ കാണുന്നത്. ഇതെല്ലാവർക്കും ഒരു മാതൃകയായിട്ട് തന്നെ പ്രാർത്ഥിക്കാം. കാരണം ഇവർ വന്ന ഉടനെ ഇവരുടെ ആശയമാണ് ഇങ്ങനെയുള്ള കുറച്ച് സാധന സാമഗ്രികളും
എല്ലാം ചേർന്ന് ഒരു നല്ല ഒരു കട, അതും ചിങ്ങം ഒന്നാം തീയതി എല്ലാവിധ ഐശ്വര്യം നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ, യാതൊരു സംശയമില്ല. ഈ സ്ഥാപനം നാടിൻ്റെ ഐശ്വര്യമായി മാറട്ടെ എന്ന് പ്രത്യേകമായി ഈ വേളയിൽ ആശംസിക്കുക. പുതിയൊരു വർഷത്തിൻ്റെ മംഗളവും നല്ലൊരു ഓണവും ആദ്യമേ തന്നെ നിങ്ങൾക്ക് പ്രത്യേകമായി ആശംസിക്കുന്നു. ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രത്യേകിച്ചും ഫാൻസി ഐറ്റംസ്, ലേഡീസ് ഐറ്റംസ് ആണ് കൂടുതൽ. വളരെ നല്ല രീതിയിൽ നല്ല ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രുതി സുജിത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. സ്റ്റൈലിനും ആകർഷണീയതയ്ക്കും കാലാതീതമായ സൗന്ദര്യത്തിനും വേണ്ടിയുള്ള പുതിയ ലക്ഷ്യസ്ഥാനമായിരിക്കും എലഗൻസ് എന്ന് ഉടമ പറഞ്ഞു. എല്ലാം മിതമായ എല്ലാവരുടെയും സഹകരണത്തിൽ പ്രവേശിക്കുന്നു. ഇമിറ്റേഷൻ ജ്വല്ലറി, ഫാൻസി ഐറ്റംസ്, ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഇവിടെ ലഭ്യമാകും. സമ്മാനങ്ങളിലും സ്റ്റൈലിലും വേറിട്ട് നിൽക്കാം. എലഗൻസ് ലേഡീസ് ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് ഷോപ്പ്, BJP മൂലയിലെ പുക പരിശോധന കേന്ദ്രത്തിന് സമീപം, മാവിൻചുവട്, കല്ലൂർ. ഫോൺ നമ്പർ 8129684851. മായം കലരാത്ത ആരോഗ്യദായകമായ നിത്യോപയോഗ സാധനങ്ങളുമായി RCM വണ്ടർ വേൾഡ് ക്വിക്ക് പുതുക്കാട് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞൂർ റോഡിൽ പുതുക്കാട് ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സമീപം ആരംഭിച്ച RCM പുതുക്കാട് ഷോപ്പിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് NR ജോഷി, ഡോക്ടർ T രാജൻ, സുഭാഷ്, വിനീത സുഭാഷ്, ലിജോയ് ലോനപ്പൻ, ക്രിസ്റ്റീന, റോജ ഷംസുദ്ദീൻ എന്നിവർ ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായി. ന്യായവില, ഗുണമേന്മ, ആരോഗ്യം ലക്ഷ്യമാക്കിയാണ് RCM പ്രവർത്തിക്കുന്നതെന്ന് RCM പുതുക്കാട് ഷോപ്പ് ഉടമ സെബൻ മാത്യു പല്ലൻ പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബോഡി സ്കാനിങ്ങും കൺസൾട്ടേഷനും ഉണ്ടായിരുന്നു. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുകയും രോഗം മാറാൻ സഹായിക്കുകയും ചെയ്യുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ, സപ്ലിമെന്റുകൾ, കോസ്മെറ്റിക്, ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ, പെയിന്റുകൾ തുടങ്ങി എല്ലാവിധ ഐറ്റംസും 10% മുതൽ 40% വരെ വിലക്കുറവിൽ ഡയറക്ട് സെല്ലിലൂടെ ലഭിക്കുന്നു. 2000 രൂപയിൽ കൂടുതൽ പർച്ചേസിന് ആജീവനാന്ത ഡിസ്കൗണ്ട് കാർഡും എല്ലാ മാസവും സ്ഥിരമായി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെ 6 മാസം കൂടുമ്പോൾ ഫ്രീ പ്രൊഡക്ട്സ് ലഭിക്കാനുള്ള അവസരവും 5000-ലധികം മായം കലരാത്ത സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രമാണ് RCMലുള്ളത്. കുടുംബത്തിന്റെ സമ്പൂർണ്ണ ആരോഗ്യത്തിന് RCM പ്രൊഡക്ട്സ് സന്ദർശിക്കുക. RCM വണ്ടർ വേൾഡ് ക്വിക്ക്, പുതുക്കാട് ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സമീപം, കാഞ്ഞൂർ റോഡ്, പുതുക്കാട്. വിളിക്കേണ്ട നമ്പർ 8921830430. ഞാനുണ്ടാവും. നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം
ഇതിവിടെ മുഖ്യമായി നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് കർഷകരായിക്കോട്ടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഈ വിപണിയിലെത്തുന്ന പ്രധാനപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും. അപ്പോൾ ഇന്ന് കർഷക ദിനമാണ്. എല്ലാവർക്കും കർഷക ദിനാശംസകൾ. അതുപോലെ തന്നെ മലയാള വർഷാരംഭ ദിനമായിട്ടുള്ള ഇന്ന് ചിങ്ങം 1 ആശംസകൾ കൂടി നേർന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പുതിയതായി ഇവിടെ ആരംഭിക്കുന്ന പുതിയ കെട്ടിടത്തിലേക്ക് ഇതിൻ്റെ RCMൻ്റെ പുതുക്കാടുള്ള കേന്ദ്രം മാറ്റി പ്രവർത്തനം ആരംഭിക്കുന്ന ഈ കേന്ദ്രത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണെന്ന് അറിയിക്കുന്നു. ഒരു പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. ഹന്നാൻ RCM വണ്ടർവേലി ക്യൂഫെയർ. ഇന്ത്യയിലെ എല്ലാ ജനങ്ങളുടെയും ഫേസ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധി. ഇതിനുള്ള ഏറ്റവും നല്ലൊരു പരിഹാരമായിട്ട് നമുക്ക് RCM ബ്രാൻഡിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. ബേസിക്കലി ഇതൊരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ഇടനിലക്കാരില്ല, പരസ്യക്കാരില്ല. ഉൽപ്പാദകനിൽ നിന്ന് ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വരുമ്പോൾ നല്ല സാധനങ്ങൾ വിലക്കുറവിന് കിട്ടുന്നു. സ്റ്റീൽ, വുഡൻ ഫർണിച്ചർ, ബെഡുകൾ എന്നിവയുടെ വിപണന രംഗത്ത് 30 വർഷത്തെ വിശ്വാസം നേടിയ മണ്ണമ്പേട്ട ഗോൾഡൻ ഏജൻസീസ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പത്മനാഭൻ കാര്യാട്ട ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്ഥാപനം സരസ്വതി കാര്യാട്ടിന്റെ ഉടമസ്ഥതയിലാണ്. മണ്ണമ്പേട്ട വൈദ്യശാല ചെങ്ങാലൂർ റോഡിൽ 3150 ചതുരശ്ര അടിയിൽ ഒരുക്കിയിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ റബ്കോ, കൊയറോൺ, കേര കൊയർ, നീൽകമൽ, പെപ്സ് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ബെഡുകളും ഫർണിച്ചറുകളും ലഭ്യമാണ്. സെറ്റി, ദിവാൻ കോട്ട, സ്റ്റഡി ടേബിൾ, കമ്പ്യൂട്ടർ ടേബിൾ, ചെയർ, ബേബി പ്രോഡക്ട്സ്, ചൂരലൂഞ്ഞാൽ, ടീപ്പോയ്, ഫാൻ, മിക്സി, കുക്കർ, റൈസ് കുക്കർ, നോൺ സ്റ്റിക് പാത്രങ്ങൾ, കിച്ചൺ സ്റ്റാൻഡുകൾ, തലയിണ, പായ, LED ലൈറ്റുകൾ, ചവിട്ടികൾ, ചെടിച്ചട്ടികൾ, മൊബൈൽ ആക്സസറികൾ തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓണാഘോഷത്തോടനുബന്ധിച്ച് 1 മാസം മുഴുവൻ എല്ലാ ഫർണിച്ചറുകൾക്കും 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട്. ഉദ്ഘാടന ദിവസത്തെ പ്രത്യേക നറുക്കെടുപ്പിൽ ഡബിൾ ബെഡ്, കമ്പ്യൂട്ടർ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോയ്, വെബ് ചെയർ തുടങ്ങിയ സമ്മാനങ്ങളും വിതരണം ചെയ്തു. നിങ്ങളുടെ വീടിന് ഭംഗിയും സൗകര്യവുമേകാൻ സന്ദർശിക്കൂ ഗോൾഡൻ ഏജൻസീസ്, മണ്ണമ്പേട്ട വൈദ്യശാല, ചെങ്ങാലൂർ റോഡ്. ഫോൺ നമ്പർ 8301027118. സാരി സ്റ്റാൻഡ് സ്റ്റീലിന്റെ പൗഡർ കോട്ടിങ്ങോ പ്ലാസ്റ്റിക്കോ ഒന്നുമല്ല, അടിപൊളി സാധനമാണ്. രുചിയേറും വിഭവങ്ങളുമായി ബർപ്പീസ് ഫുഡ് കോർട്ട് വരദരപ്പള്ളി റിംഗ് റോഡിലെ പടമാട്ടുമ്മൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു.
ബിഗ് ബോസ് ഫെയിം രതീഷ് കുമാർ വരന്തരപ്പിള്ളി ബർപ്പീസ് ഫുഡ് കോർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG അശോകൻ, പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ഉദ്ഘാടന ദിവസം വൻ ഓഫറുകളാണ് ബർപ്പീസ് ഫുഡ് കോർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. 1 രൂപയ്ക്ക് ഒരു ബർഗർ, ഫ്രീ സ്പിന്നിംഗ് ചാലഞ്ച് എന്നീ ഓഫറുകൾ ഉണ്ടായിരുന്നു. അൽഫാം, ഫ്രൈഡ് ചിക്കൻ, സബ്വേ, ബർഗർ, ഐസ്ക്രീം, ഷേക്ക്, ഫ്രഷ് ജ്യൂസ്, മൊജിറ്റോ, ടീ, കോഫി എന്നിവ ബർപ്പീസ് AC ഫുഡ് കോർട്ടിൽ ലഭ്യമാകും. വിഭവങ്ങൾ ഹോം ഡെലിവറിയായും ലഭിക്കും. വിഭവങ്ങളുടെ വിസ്മയം ബർപ്പീസ് ഫുഡ് കോർട്ടിൽ. ലൊക്കേഷൻ പടമാട്ടുമ്മൽ ബിൽഡിംഗ്, വരന്തരപ്പിള്ളി റിംഗ് റോഡ്. വിളിക്കേണ്ട നമ്പർ 9048820023. സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് തിളക്കമേകാൻ ജിഷ് യൂണിസെക്സ് സലൂൺ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ വരന്തരപ്പള്ളി പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപന ഉടമകളായ ജിഷ വരാപ്പുഴ, ചന്തു കാർത്തികേയൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ സൗന്ദര്യ പരിപാലനത്തിന്റെ സമ്പൂർണ്ണ ലോകം. മുഖം സൗന്ദര്യത്തിന് തിളക്കമേകാൻ സ്കിൻ കെയർ, ട്രെൻഡി കട്ടിംഗ്, കളറിംഗ്, സ്മൂത്തനിങ്ങിനായി ഹെയർ സ്റ്റൈൽ ആൻഡ് ട്രീറ്റ്മെന്റ് സെക്ഷൻ, ആഘോഷ നിമിഷങ്ങൾക്ക് മനോഹാരിത പകരാൻ ബ്രൈഡൽ ആൻഡ് പാർട്ടി മേക്കപ്പ് സേവനങ്ങൾ, കൂടാതെ ത്രെഡിംഗ്, വാക്സിംഗ്, മാനിക്യൂർ, പെഡിക്യൂർ, ഡീറ്റെയിലിംഗ് സേവനങ്ങൾ. 1999 രൂപ മുതൽ മേക്കപ്പ് പാക്കേജുകൾ ആരംഭിക്കുന്നു. എല്ലാവിധ ബ്യൂട്ടി സർവീസുകളും വീടുകളിൽ എത്തി ചെയ്തു നൽകുന്നു. മികച്ച സേവനത്തോടെ ആധുനിക സംവിധാനത്തോടെ നിങ്ങളുടെ സൗന്ദര്യം കൂടുതൽ പ്രകാശിതമാക്കാൻ ജിഷ് യൂണിസെക്സ് സലൂൺ ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ, പെട്രോൾ പമ്പിന് സമീപം, വരന്തരപ്പള്ളി. ഫോൺ 7736194398 9947200678. വരന്തരപ്പള്ളി പെട്രോൾ പമ്പിന് സമീപം നമ്മളുടെ ജിഷ് മേക്കപ്പ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ എല്ലാവരും വന്ന് സഹകരിക്കുക. വരന്തരപ്പള്ളി പെട്രോൾ പമ്പിന് മുമ്പ് ജിഷ് യൂണിസെക്സ് സലൂൺ എന്ന ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സർവീസായി വരണത് ജെൻസിൻ്റെ ഹെയർ കട്ടിങ്, ലേഡീസ് ഹെയർ കട്ടിങ്, പിന്നെ നമുക്ക് ഗ്രൂമിങ് വരണുണ്ട്. നമ്മുടെ ഷോപ്പിൻ്റെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് വീടുകളിൽ പോയി ട്രാവൽ ചാർജ് ഇല്ലാതെ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ്.
ഓണത്തിനോടനുബന്ധിച്ച് ഒല്ലൂർ മേച്ചേരി സിൽക്സിൽ ഓണക്കോടി 2025 ഷോപ്പിംഗും ലക്ഷങ്ങൾ വിലമതിക്കുന്ന സമ്മാനങ്ങളുമായി മെഗാ ലക്കി ഡ്രോയും ആരംഭിച്ചു. 2 വർഷം കൂടെ ഉണ്ടായിരുന്ന തൃശൂരിലെ ജനങ്ങൾക്ക് നന്ദിയുമായി ഒല്ലൂർ ഗവൺമെന്റ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന മേച്ചേരി സിൽക്സ് ഒരുക്കിയിരിക്കുന്നത് മെഗാ ലക്കി ഡ്രോയും മറ്റു 2 പുതുപുത്തൻ സമ്മാനങ്ങളുമാണ്. ആമ്പല്ലൂർ കൂടലി ആർക്കേഡിൽ വിലക്കുറവും സെലക്ഷനോടും കൂടി വിശ്വാസ് വെസൽസ് എന്ന സ്ഥാപനം തിങ്കളാഴ്ച രാവിലെ 9 മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കും. ഗുണമേന്മയേറിയ സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക്, ഓട്ടുപാത്രങ്ങൾ വിലക്കുറവിൽ ഇവിടെ ലഭ്യമാകും. പഴയ പാത്രങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ സൗകര്യമുണ്ടായിരിക്കും. വിശ്വാസ് വെസൽസ്, കൂടലി ആർക്കേഡ്, വരന്തരപ്പള്ളി റോഡ്, ആമ്പല്ലൂർ. ഫോൺ 8891722330. ഫാക്ടറി വിലയിൽ ഇനി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇഹ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിങ്കളാഴ്ച രാവിലെ 10 മുതൽ വരന്തരപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. പഴയ സ്വർണം പുതിയ വിലയിൽ വാങ്ങാനുള്ള സൗകര്യം, മൂക്കുത്തി, സെക്കൻഡ് സ്റ്റഡ്, ജിമിക്കി, ബുഗാഡി കമൽ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ എന്നിവയുടെ വൻ കളക്ഷൻ ഇഹയിൽ ലഭ്യമാണ്. പുതുരുചിയുടെ വിസ്മയക്കൂട്ടുമായി ആമ്പല്ലൂർ ബൈപ്പാസിലെ ഷാസ് അവന്യൂ ബിൽഡിംഗിൽ മദർ ഫുഡ് പാർക്ക് തിങ്കളാഴ്ച രാവിലെ 9:30 പ്രവർത്തനം ആരംഭിക്കുന്നു. ഫാദർ ജിമ്മി കല്ലിങ്ങൽക്കുടിയിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റിന്റെ 45ാമത് വാർഷിക പൊതുയോഗവും വനിതാ വിംഗ് ആൻഡ് യൂത്ത് വിംഗ് തെരഞ്ഞെടുപ്പും വനിതാ വിംഗ് ആൻഡ് യൂത്ത് വിംഗ് സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. ഭദ്രം പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള മെമ്പർമാരുടെ മക്കൾക്ക് ഭദ്രം പദ്ധതിയിൽ നിന്നും KVVES ജില്ല നൽകി വരുന്ന വിവാഹ സമ്മാനമായ 1 ലക്ഷം രൂപയുടെ വിവാഹ സമ്മാനം യൂണിറ്റിലെ 2 മെമ്പർമാരുടെ മക്കൾക്കുള്ള ചെക്ക് സെബാസ്റ്റ്യൻ മഞ്ഞളി, പ്രജീഷ് പോൾ, വനിതാ വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഫൗസിയ ഷാജഹാൻ, വനിതാ വിംഗ് നിയോജക മണ്ഡലം ചെയർമാനായ രാഖി രഞ്ജിമോൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചെക്ക് കൈമാറി. യൂണിറ്റ് ട്രഷറർ KR ഷിനിൽ, നിയോജക മണ്ഡലം ട്രഷറർ ഡേവിസ് വില്ലടത്തുകാരൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KT ഷാജി എന്നിവർ പ്രസംഗിച്ചു. വനിതാ വിംഗ് പ്രസിഡന്റ് സുജ നമ്പിടിയാടാൻ, സെക്രട്ടറി ജാൻസി ലോറൻസ്, ട്രഷറർ ലിസി സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് TS വർഷ, ജോയിന്റ് സെക്രട്ടറി ഫ്രാൻസി ഷാജോ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ജിഷ ഡേവിസ്, ലിൻസി ലിജോ, നീനു അവിനാഷ്, ലീലി റപ്പായി പനോക്കാരൻ, ബിന്ദു ജെയിംസ്, ലൂസി ജോസ്, സോഫിയ ബിനോയ് എന്നിവരെ തിരഞ്ഞെടുത്തു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ലിജോ പോൾ, സെക്രട്ടറി ബിനീഷ് വിൽസൺ, ട്രഷറർ KR ജെയിംസ്, വൈസ് പ്രസിഡന്റായി ആൽഡ്രിൻ ആൻഡോ മഞ്ഞളി, ജോയിന്റ് സെക്രട്ടറിയായി റിനിൽ ജേക്കബ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ലിജോ ജോസ്, സജീർ ഷഫ, റിൻസൺ കുന്നൻ, ജോസഫ് കുന്നൻ,
തോമസ് സണ്ണി, സിജോ മോൻ, ജോഫി എന്നിവരെ തിരഞ്ഞെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് മുൻ നേതാവായ കെ ശശിധരന്റെ 16ാം അനുസ്മരണ ദിന സമ്മേളനം ആൽത്തറയിൽ യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ജോർജ് KV അനുസ്മരണ പ്രഭാഷണം നടത്തി. ക്യാൻസർ ബാധിതരായ 5 കുടുംബങ്ങൾക്ക് ധനസഹായം നൽകി. സാബു പോക്കാക്കിലത്ത്, CP ഉണ്ണികൃഷ്ണൻ, ഷാജഹാൻ VM, ബൈജു പള്ളിപ്പാടൻ എന്നിവർ പ്രസംഗിച്ചു. പുനർനിർമ്മാണത്തിനായി പൊളിച്ചു നീക്കിയ പള്ളി മുഖവാരിയുടെ മിനിയേച്ചർ പാഴ് വസ്തുക്കളിൽ നിന്നും നിർമ്മിച്ച് ജീസസ് യൂത്ത് പ്രവർത്തക. കലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളി മുഖവാരിയുടെയും കൽക്കുരിശ്, കൊടിമരം, ഗ്രോട്ട തുടങ്ങിയവയുടെയും ചെറിയ മാതൃകയാണ് ഞെല്ലൂർ നമ്പാടൻ വീട്ടിൽ NG ജിസ് മരിയ നിർമ്മിച്ചിരിക്കുന്നത്. സംഘടനോത്സവത്തോടനുബന്ധിച്ച് പള്ളിയിൽ മിനിയേച്ചറിന്റെ പ്രദർശനവും നടത്തി. ഇടവകയിൽ പള്ളി മുഖവാരിയുടെ നവീകരണം നടന്നുവരികയാണ്. പീപ്പിൾ ട്രീ SH ഗ്രൂപ്പ് വാർഷിക പൊതുയോഗം കോടാലിയിൽ നടത്തി. പഞ്ചായത്ത് അംഗം KV ഉണ്ണികൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VK കാസിം അധ്യക്ഷത വഹിച്ചു. ബാബു തച്ചനാടൻ, അരുവി ഒറ്റാലി, TR ഔസേപ്പുകുട്ടി, ആൻഡു ചെമ്മിഞ്ചേരി എന്നിവർ സന്നിഹിതരായി. പീപ്പിൾ ട്രീയുടെ പുതിയ ഭാരവാഹികളെ യോഗം തെരഞ്ഞെടുത്തു. നെല്ലായി പന്തലൂർ കരോട്ടെ ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും പ്രസാദ വിതരണവും നടത്തി. 108 നാളികേരത്താൽ അഷ്ടദ്രവ്യ സമേതം മഹാഗണപതി ഹോമം ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഷാജു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് OS സുവീഷ്, സെക്രട്ടറി ഷാബു മാധവൻ, ട്രഷറർ TK ഭാസ്കരൻ, വൈസ് പ്രസിഡന്റ് PV പ്രവീൺ, ജോയിന്റ് സെക്രട്ടറി പ്രേമ ഷാജി, കമ്മിറ്റി അംഗങ്ങളായ സതീഷ് MU, മാധവൻ TK, സുഗീഷ് TS, സതീഷ് KR, ഉഷ ബാബു, ബിന്ദു രഘു, ജിഷ സജീവൻ, ഷീന എന്നിവർ സന്നിഹിതരായി. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അന്തിമ വോട്ടർ പട്ടിക സമയബന്ധിതമായി പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടതിനാൽ ആഗസ്റ്റ് 30 വരെയുള്ള എല്ലാ അവധി ദിവസങ്ങളിലും സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9250 രൂപ, പവന് 74,000 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമൃദ്ധിയുടെ പ്രത്യാശയുടെ പൊന്നോണമാസാരംഭത്തെ വരവേറ്റ് മലയാളികൾ. കർഷക ദിനമാചരിച്ച് പഞ്ചായത്തുകളും കൃഷിഭവനുകളും. പാലപ്പിള്ളി ചൊക്കനയിൽ റബ്ബർ തോട്ടങ്ങളിൽ തമ്പടിച്ച് കാട്ടാനക്കൂട്ടം, ആശങ്കയിൽ ടാപ്പിംഗ് തൊഴിലാളികൾ. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയ ആന ഇടഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.